അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ പുതിയ ചികിത്സാ രീതികൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പല്ല് വേദന വന്നു. അപ്പോൾ പല്ല് വേദന വന്ന് ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഡെൻറ്റിസ്റ്റ് പറയും ഇത് ഡീപ്പായിട്ടുണ്ട്, ക്യാവിറ്റി നല്ലോണം ഉള്ളിൽ പോയിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഇതിന് റൂട്ട് കനാൽ ചെയ്യേണ്ടി വരും. എല്ലാവർക്കും നമസ്കാരം. ഹലോ റേഡിയോ ഡോക്ടറിൻ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം എല്ലാവരും മെൻ്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും ഒക്കെ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എങ്കിൽ പോലും ഈ ഒരു ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പോലും പലപ്പോഴും ഒഴിവാക്കപ്പെടുന്ന ഒന്നാണ് ദന്ത സംരക്ഷണം, ഡെൻ്റൽ ഹെൽത്ത്. അപ്പോൾ ഈ ഒരു ഡെൻ്റൽ ഹെൽത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ നമ്മളോട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനായിട്ട് നമ്മുടെ ഗസ്റ്റ് കൂടെയുണ്ട്. ഡോക്ടർ ജയ മെവിൻ ലണ്ടനിലാണ്, ഡെൻറ്റിസ്റ്റാണ്. അപ്പോൾ ഡോക്ടർക്ക് നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം. താങ്ക് യു. നമ്മൾ ഈ പറഞ്ഞതുപോലെ ദന്ത സംരക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പലരും ഒരു പിന്നീട് എന്ന് വിചാരിച്ച് മാറ്റി വെക്കുന്ന ഒരു കാര്യമാണ്. മറ്റെന്തൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും അപ്പോൾ പോയി ഡോക്ടറെ കാണാനൊക്കെ നിൽക്കുന്ന ആളുകൾ ഈ ഒരു ഡെന്റൽ കെയറിന്റെ കാര്യം വരുമ്പോൾ മാത്രം ഒന്ന് പിന്നിലേക്ക് നിൽക്കുന്ന ഒരു പ്രവണത പൊതുവെ കണ്ടുവരാറുണ്ട് അല്ലേ? ഡോക്ടർക്ക് തോന്നിയിട്ടുണ്ടോ ഈ ഒരു ഏരിയയിൽ ആളുകൾ ഇത്തിരി പിന്നോട്ട് പോകുന്നുണ്ട്, ഈ ഡെന്റൽ ഹെൽത്തിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്ന് തോന്നാറുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. എല്ലാവരും അവരവരുടെ റുട്ടീൻ ചെക്കപ്പിനായിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം വരുമ്പോഴാണെങ്കിൽ പേഷ്യൻസ് നമുക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ കണ്ടിരിക്കുന്നത് എന്താണെങ്കിൽ അവരതിനെ ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. അത് നല്ലൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മളിപ്പോൾ പറയുമല്ലോ, രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതാണ് രോഗം വരാതെ നോക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഡെന്റൽ ഹെൽത്തിന്റെ കാര്യത്തിൽ ദന്തരോഗം വരാതിരിക്കാനായിട്ട് നമ്മൾ മുൻകൂട്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് പ്രോപ്പറായിട്ട് നമുക്ക് ഒരു ഓറൽ ഹൈജീൻ റുട്ടീൻ ഉണ്ടായിരിക്കണം. ആദ്യം തന്നെ നമ്മൾ എന്ത് രോഗം വരുമ്പോൾ മുന്നാണെങ്കിലും പ്രിവെൻഷനാണ് ഏറ്റവും നല്ലത്. അതുപോലെ ഓറൽ ഹൈജീൻ എപ്പോഴും നമ്മൾ കെയർ ചെയ്യണം. അതായത് ഇപ്പോൾ നമ്മൾ ഹൈജീൻ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ കെയർ ചെയ്യുക പല്ലിനെ. അതായത് എങ്ങനെയൊക്കെ നമുക്ക് കെയർ ചെയ്യാൻ പറ്റും, നമുക്ക് നന്നായി പല്ല് തേക്കുക, പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഡയറ്റ് മെയിൻ ഒരു പ്രോബ്ലമാണ് നമുക്ക് ഡെൻ്റൽ ഇഷ്യൂസ്. പിന്നെ നമ്മൾ എന്ത് രോഗം വരണേക്കാളും നമുക്കൊരു സിംറ്റം സൈൻസൊക്കെ നമുക്കൊരു ഓറൽ ഹൈജീനിൽ മാറ്റം വരുത്തിയാൽ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണത്. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ഇപ്പോൾ ഓറൽ ഹൈജീൻ എന്ന് പറയുമ്പോൾ നമുക്ക് ബ്രഷിങ് മാത്രമല്ല, അതല്ലാണ്ട് നമുക്ക് പ്രോപ്പർ ബ്രഷിങ് ടെക്നിക്സ് ഉണ്ട്, പ്രോപ്പർ ബ്രഷിങ് എയ്ഡ്സ്, ഇൻ്റർഡെൻ്റൽ എയ്ഡ്സ് ഉണ്ട്. അത് നമുക്ക് എവിടെ എങ്ങനെയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു ഹൈജീൻ എപ്പോഴും നമ്മളത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഓൾവേസ് വി സേ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. അങ്ങനെ നമുക്ക് അതുപോലെ നമുക്ക് ടേക്ക് കെയർ ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രോഗങ്ങളാണ് പല്ലിൻ്റെ. ഇപ്പം ഈ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു ഡയറ്റിൻ്റെ കാര്യമല്ലേ? അപ്പം നമ്മളൊരു ദന്ത സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊണ്ടുപോകേണ്ട ഡയറ്റ് അല്ലെങ്കിൽ ഭക്ഷണക്രമത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്? ഇപ്പം നമ്മൾ അത് പറയുകയാണെങ്കിൽ നമ്മുടെ പണ്ടത്തെ ആൾക്കാർ കഴിക്കണ ഭക്ഷണമല്ല, നമ്മുടെ പൂർവികരെല്ലാം കഴിച്ചിരിക്കുന്ന ഭക്ഷണമല്ല നമ്മൾ ഇപ്പോഴത്തെ കുട്ടികളെല്ലാം ജനറേഷനിൽ നോക്കിയാൽ തന്നെ അതിന്റെ മാറ്റം പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ റിഫൈൻഡ് ഫുഡ്സ്, റിഫൈൻഡ് ഷുഗറിന്റെ അളവ് ഇപ്പോൾ ഭയങ്കര കൂടുതലാണ്. അപ്പം ഇവൻ നമ്മൾ എന്ത് ഫുഡ് കഴിച്ചാലും അതിൻ്റെ ഉള്ളിൽ കാർബണേറ്റഡ് ഫുഡ് ഭയങ്കര കൂടുതലാണ്. അപ്പം നമ്മൾ പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യമാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഫിസി ഡ്രിങ്ക്സ്, അതുപോലെ കാർബണേറ്റഡ് ഫുഡ്സ് അത് നമ്മൾ നന്നായിട്ട് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കാം. എന്ത് ഭക്ഷണം കഴിച്ചാലും നമുക്ക് ഒരു പ്രോപ്പർ ഹൈജീൻ റുട്ടീൻ കീപ്പപ്പ് ചെയ്യാൻ നോക്കാം. അതായത് നമ്മളിപ്പോൾ ഫിസി ഡ്രിങ്ക്സ് കഴിച്ചു, ഇപ്പം നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ പല്ലിന് കുറേ രോഗങ്ങൾ അതിൽ നിന്ന് തന്നെ വരും. ഇപ്പോൾ റീറ്റെയിൻഡ് ആയിട്ടുള്ള ഫുഡ്സ് വായിലുണ്ടെങ്കിൽ നമുക്ക് കുട്ടി ഒരു ഇൻ്റർമീഡിയറ്റ് സ്നാക്കിങ് ചെയ്യണ കുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാണ്ട് കഴിക്കണ ഭക്ഷണങ്ങൾ അതവിടെ റീറ്റെയിൻ ചെയ്തിട്ട് അതിൽ നിന്ന് ഡീക്കേസ് നല്ലോണം ഉണ്ടാവും. അപ്പോൾ അതില്ലാണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ഡയറ്റിൽ ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ കഴിക്കണ ഫുഡ്സിൽ എമൗണ്ട് ഓഫ് ഷുഗർ കുറയ്ക്കണം. അപ്പോൾ എപ്പോഴും നമ്മൾക്കൊരു ഇതുണ്ടായിരിക്കണം, നമ്മളെങ്ങനെയാണ് ആ ഫുഡ്, ഞാൻ ഇന്ന് എത്ര ഫുഡ് ഇൻടേക്ക് ചെയ്തു, ഞാൻ ഇൻ്റർമീഡിയറ്റ് സ്നാക്കിങ് ചെയ്യണുണ്ടോ, ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് അത് ടേക്ക് കെയർ ചെയ്യണുണ്ടോ, അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഭക്ഷണക്രമത്തിലെല്ലാതും ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ അസുഖങ്ങളില്ലാണ്ട് വരാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും.
നമ്മൾ ഈ പറയുന്ന പോലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് അത്രയും കലോറി ബേൺ ചെയ്യണം എന്നൊക്കെ പറയില്ല. അത് പല്ലിന്റെ കാര്യത്തിലും അതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ? അതെ, അത് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ പറഞ്ഞു ഇതുപോലെ പ്രോപ്പറായിട്ടുള്ള ഫുഡ് ഇൻടേക്ക്, അതായത് ഷുഗർ എമൗണ്ട് നല്ലോണം കുറയ്ക്കുക. അപ്പോൾ അത് ആഫ്റ്റർ എങ്ങനെയാണ് ടേക്ക് കെയർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് എന്ന് പറയുന്നത് നമ്മൾ റിൻസ് ചെയ്യണം. റിൻസ് ചെയ്താൽ തന്നെ നമ്മുടെ പകുതി എല്ലാം പോകും. ഇപ്പം നമ്മൾ വിചാരിക്കും ഇപ്പം നമ്മൾ ജോലി ചെയ്യണതിൻ്റെ സമയത്ത് നമുക്ക് റിൻസ് ചെയ്യാൻ പറ്റില്ലല്ലോ, അങ്ങനെ ചിന്തിക്കും. ഇപ്പം കോമൺ ആയിട്ട് ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാവരും അത് കേൾക്കണ കാര്യം. അത് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഔൺസ് വെള്ളം എടുത്തിട്ട് നമ്മുടെ വായ നമുക്കൊന്ന് കഴുകാൻ പറ്റിയാൽ, റിൻസ് ചെയ്യാൻ പറ്റിയ അത് വളരെ നല്ല കാര്യം. അതിൽ തന്നെ ഹാഫ് ഓഫ് ദി അഴുക്കൊക്കെ അതിൽ പോവും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫുഡ് റീറ്റെയിൻ ചെയ്യാണ്ടിരിക്കുക. പല്ലിലോ നമ്മുടെ വായയിലോ എവിടെയാണെങ്കിലും ഫുഡ് റീറ്റെയിൻ ചെയ്യാണ്ട് പ്രോപ്പറായിട്ട് ഇതുപോലെ തന്നെ എല്ലാവരും ഇപ്പോൾ ചെയ്യണ കാര്യം ഫ്ലോസിങ് ചെയ്യണം എന്നാണ് ഞാൻ പറയുക. കാരണം നമ്മൾ പണ്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴാണെങ്കിൽ എല്ലാവരും ടൂത്ത് പിക്ക് ഉപയോഗിക്കും. അത് നിർത്തി അത് ചെയ്ത ഫില്ലിങ്സ് പുറത്തേക്ക് വരാനായിട്ട് അത് വൺ ഓഫ് ദ ഫസ്റ്റ് കോസ് തിങ് ആണ്. അപ്പോൾ അത് ചെയ്യാണ്ട് ഫ്ലോസ് ചെയ്യുമ്പോൾ നമ്മുടെ പല്ലിൻ്റെ ഇടയിലുള്ള അഴുക്ക് പോവും. അതുപോലെ ഗംസ് എപ്പോഴും ക്ലീൻ ആൻഡ് ഹെൽത്തി ആയിരിക്കും. ഒരു ആളുടെ ഗംസ് എത്രയോ നല്ല ഹെൽത്തിയാണ് അത്രയും തന്നെ ഹെൽത്തി ആയിരിക്കും ആളുടെ ടീത്തും. അപ്പോൾ ടീത്തിന് പ്രാധാന്യം കൊടുക്കണ പോലെ തന്നെ നമ്മൾ ഗംസിനെയും ക്ലീൻ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ നമുക്ക് ഒരു ആഫ്റ്റർ കെയർ, അതായത് ഭക്ഷണത്തിന് ശേഷം നമ്മൾ പല്ല് ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഷിങ് എന്നുള്ളതാണ് കോമൺ, എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ എല്ലാവർക്കും കോമൺ ആയിട്ട് അറിവുള്ള ഒരു കാര്യം. അതല്ലാതെയും ഒരുപാട് എയ്ഡ്സ് ഉണ്ടല്ലേ നമുക്ക്? അതിനെ പറയാൻ നമ്മൾ ഇന്റർഡെന്റൽ എയ്ഡ്സ് എന്നാണ് പറയുന്നത്, ക്ലീനിങ് എയ്ഡ്സ്. അതിന് നമുക്ക് ഫ്ലോസിങ് എന്ന് പറയാം. ഇത് നമുക്ക് എല്ലാ മെഡിക്കൽ ഷോപ്സിലും അത് അവൈലബിൾ ആണ് ഫ്ലോസിങ്. ഇപ്പം അതിന് അത്ര നല്ല വാല്യൂ ഒന്നുമില്ല. നമുക്ക് എല്ലാവർക്കും എഫേർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്ലോസ് സ്റ്റിക്സ് മേടിക്കുക. അതുപോലെ TP ബ്രഷസ് എന്ന് പറയും. ആ ബ്രഷസ് നമ്മുടെ ഗംസിൻ്റെ ഇടയിൽ ക്ലീൻ ചെയ്യാൻ, ഗ്യാപ്സ് എപ്പോഴും വൃത്തിയാക്കിയിരിക്കുക. അതുപോലെ ഇപ്പോൾ മൗത്ത് വാഷ് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഗം ഇഷ്യൂസ്, അപ്പം എപ്പോഴും ഇതെല്ലാം ചെയ്യണേക്കാളും മുന്നേ ഏറ്റവും നല്ല കാര്യം എപ്പോഴും നമ്മളൊരു ഡെൻറ്റിസ്റ്റിനെ കണ്ട് നമ്മൾക്ക് എന്താണ് ആവശ്യം എന്നുള്ള ക്ലീനിങ് എയ്ഡ് ഡെൻറ്റിസ്റ്റിൻ്റെ റെക്കമെൻഡേഷനിൽ യൂസ് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതുപോലെ നമ്മൾ പറയുന്നൊരു കാര്യം, പല്ല് തേക്കുക, 2 നേരം പല്ല് തേക്കുക നിർബന്ധമായിട്ടൊന്നും പറയും. ചെയ്യുന്നവരും ഉണ്ട്, ചെയ്യാത്തവർ അതിലേറെയുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് ഈ 2 നേരം ബ്രഷ് ചെയ്യുന്നതിൻ്റെ? നമ്മൾ ഭക്ഷണം കഴിക്കണ പ്രാധാന്യമുള്ള പോലെ തന്നെയാണ് ബ്രഷിങ്ങിന് നമ്മൾ കൊടുക്കേണ്ടത്. കാരണം നമ്മൾ കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പം മുതലേ റുട്ടീനായിട്ട് ചെയ്തു വരുന്ന കാര്യം നമ്മൾ പല്ല് തേക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇനി വരുന്ന തലമുറേനെ നമ്മൾ അത് രാത്രിയും കൂടി ചെയ്യാനായിട്ട് നമ്മൾ യൂത്ത് എല്ലാവരും അത് ട്രെയിൻ ചെയ്യിക്കണം. കാരണം അത് നമ്മുടെ ബോഡിയുടെ നമ്മുടെ ഒരു റുട്ടീനായി കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കാണ്ട് തന്നെ അവരത് ചെയ്യും. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ക്യാവിറ്റീസൊക്കെ വരുന്ന ടൈം എന്ന് പറയുന്നത് രാത്രിയാണ്. അപ്പം നമ്മൾ പല്ല് തേക്കാൻ ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഞാൻ പറയും രാത്രിയാണ്. അപ്പോൾ രാത്രിയും നമ്മൾ പല്ല് തേക്കണം എന്നാണ് എൻ്റെ ഒരു സജഷൻ. കാരണം കാലത്ത് നമ്മൾ ഒരു ഡെയിലി റുട്ടീൻ പോലെ നമ്മളത് ചെയ്ത് കഴിയണത് നമ്മൾ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ എന്താണ് അത് ക്ലീൻ ചെയ്യേണ്ടത്, അത് ക്ലീൻ ചെയ്യുന്ന റെസിഡ്യൂസ് ഒന്നും ഇല്ലാണ്ട് ക്യാവിറ്റീസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല കാര്യം രാത്രിയും കൂടി തേച്ച് ഇന്റർഡെന്റൽ എയ്ഡ്സ് ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ ഡെന്റിസ്റ്റ് യൂസ് ചെയ്ത് നമ്മൾ അത് ഒരു പ്രോപ്പർ ഈവൻ ടങ് ക്ലീനിങ് ആണെങ്കിലും ചെയ്ത് അതെല്ലാം അതിൻ്റെ ഭാഗമാണ്. എല്ലാം എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള ഭാഗം അതെല്ലാം പ്രോപ്പറായി ചെയ്തതിന് ശേഷം നമ്മൾ ഉറങ്ങിയാൽ നമുക്ക് കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ബാക്ടീരിയൽ ഗ്രോത്ത് നമ്മുടെ രാത്രി ഉറങ്ങുമ്പോൾ നമുക്ക് പ്രൊഡക്ഷനും അങ്ങനെയൊക്കെ എല്ലാം കുറവായിരിക്കും. അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിച്ചാൽ നമുക്ക് കുറേ കാര്യങ്ങൾ കൂടി നമുക്ക് പ്രിവെൻറ്റീവായിട്ട് നമുക്ക് ഇതെല്ലാം പ്രിവെൻറ്റീവ് എയ്ഡ്സ് ആണ് പറയുന്നത്. അപ്പോൾ അതിലെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ കുറച്ചും കൂടി നന്നായിരിക്കും. അതുപോലെ ഈ ബ്രഷിന്റെ കാര്യത്തിലും പല ടൈപ്പ് ബ്രഷസ് ഉണ്ട് അല്ലേ? അപ്പം നമ്മുടെ ഓരോരുത്തർക്കും ആവശ്യമായത് ഓരോരുത്തരുടെ ആ ഒരു മൗത്തിൽ
ആവശ്യമായിട്ടുള്ള അപ്ലൈ ചെയ്യേണ്ട ടൈപ്പ് ഓഫ് ബ്രഷ് ഏതാണെന്ന് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതാണ് ഇതല്ലാതെ നമ്മൾ ഇപ്പം ഞാൻ പറയണ എല്ലാ കാര്യങ്ങളും പ്രിവെൻറ്റീവ് ആയിട്ടാണ് ഞാൻ പറയണത്. ഇതെല്ലാം ജനറൽ ടോപ്പിക്സ് ആണ്. ഇപ്പം എനിക്ക് പോലെയുള്ള എങ്ങനെയാണ് ചിലർ നല്ല ഹാർഡ് ബ്രഷിങ് ഉള്ളവരായിരിക്കും. അപ്പം നമ്മൾ അത്രയും ഹാർഡായിട്ട് തേക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ തേക്കുമ്പോൾ നമുക്ക് കുറേ അബ്രഷൻസ് സംഭവിക്കാം. അതായത് തേയ്മാനം, അങ്ങനെ സൈഡിൽ പല്ല് തേയ്മാനം ഉണ്ടാവാം. അത് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ മോണ, അതായത് ഗംസ് എന്ന് പറയുന്നത് മോണയാണ്, അത് കയറി പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇപ്പോൾ ഒരു മരം പോലെ തന്നെയാണ് നമ്മൾ മരവും അതിലുള്ള സോയിൽ കണ്ടന്റ് ഉള്ള പോലെ തന്നെയാണ് നമ്മുടെ പല്ലിൻ്റെ കാര്യം. നമ്മുടെ പല്ല് നമ്മളൊരു മരമായിട്ട് നമ്മളത് വിചാരിക്കുകയാണെങ്കിൽ അതിൻ്റെ അടിയിലുള്ളത് ഗംസാണ്. അപ്പോൾ ഗംസ് നമ്മുടെ സോയിലിൻ്റെ പോലെയാണെങ്കിൽ ഒരു മരം ഇളകി വീണാൽ അതിൻ്റെ റൂട്ട് പോയാലാണ്, മണ്ണെല്ലാം പോയാലാണ് ആ മരം ഹെൽത്തി അല്ലാണ്ടാവുക. അതുപോലെ ആ ഗംസിനെ നമ്മൾ നന്നായി ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ പല്ലിനെ ഹോൾഡ് ചെയ്യാനുള്ള സ്ട്രെങ്ത് കുറയും. ആ സ്ട്രെങ്ത് കുറഞ്ഞു കഴിഞ്ഞാൽ ആണ് നമുക്ക് എല്ലാവർക്കും പല്ല് നഷ്ടപ്പെടാൻ ചെയ്യാം. അപ്പം നമ്മൾ പ്രോപ്പറായിട്ട് പല്ല് തേക്കുമ്പോൾ അതിനെ പ്രോപ്പറായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ളതുണ്ട്. അതിനെ നിങ്ങൾ ഡെൻറ്റിസ്റ്റിനെ കണ്ടാൽ എങ്ങനെയാണ് ഓരോരുത്തരും ഏത് രീതിയിൽ എങ്ങനെയൊക്കെ പല്ല് തേക്കണം എന്ന് ഒരു ഡെൻറ്റിസ്റ്റ് റെക്കമെൻഡ് ചെയ്ത് തരും. അതായത് നമ്മൾ എത്ര നേരം ഒരു സൈഡിൽ പല്ല് തേക്കണം. അപ്പം എല്ലാ കേസസും ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോരുത്തർ ചിലപ്പോൾ തേച്ച് നല്ലോണം തേയ്മാനം വന്നിട്ടുള്ളവരായിരിക്കും. അങ്ങനെ വരുന്ന ഇഷ്യൂസിൽ നമുക്ക് ബ്രഷ് ഇമ്മീഡിയറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യണം. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ഇന്നോവേഷൻ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് പറയുന്നത് ഇലക്ട്രിക് ബ്രഷ് ഇപ്പോൾ എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നതാണ്. അത് ഏത് രീതിയിലുള്ള ഇലക്ട്രിക് ബ്രഷ് നമ്മൾ യൂസ് ചെയ്യണം, ഈവൻ വാട്ടർ ഫ്ലോസർ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഡെൻ്റൽ ഇൻഡസ്ട്രിയിൽ ഉണ്ട്. അപ്പോൾ അത് ഓരോരുത്തർക്കും ചിലപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ ചിലവർക്ക് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നേരെ തിരിച്ച് നല്ല രീതിയിൽ വരില്ല. അപ്പോൾ നമ്മളെപ്പോഴും എന്ത് യൂസ് ചെയ്യണേക്കാളും മുന്നേ ഒരു ഡെൻറ്റിസ്റ്റിനെ കണ്ട് അവരെ അഡ്വൈസ് എടുക്കുന്നത് വളരെ നല്ല കാര്യം. അപ്പോൾ നമുക്കൊരു പ്രോപ്പർ എയ്ഡ് ഉണ്ട്, എങ്ങനെയാണ് ഫോളോ അപ്പ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇലക്ട്രിക് ബ്രഷ് ആണെങ്കിലും അത് യൂസ് ചെയ്യാനായിട്ടൊരു പ്രോപ്പർ വേ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഹാംഫുൾ ആവില്ല. അപ്പോൾ അതിലൊക്കെ ശ്രദ്ധിച്ചാൽ അത് വളരെ നല്ല കാര്യമായിരിക്കും. ഇപ്പോൾ നമ്മൾ ഒരുപാട് മോഡേൺ എയ്ഡ്സിനെ പറ്റി പറഞ്ഞു അല്ലേ? പക്ഷേ പണ്ട് കാലത്തെ ആളുകൾ മാവിലുപയോഗിച്ചും അതുപോലെ വേപ്പിലുപയോഗിച്ചും ഒക്കെ പല്ല് തേച്ചിരുന്നു. പിന്നെ പൽപ്പൊടി യൂസ് ചെയ്യാറുണ്ട്, ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പലതരത്തിൽ നമ്മൾ പല്ല് ക്ലീൻ ചെയ്യാനായിട്ട് പല പല സാധനങ്ങൾ പണ്ട് മുതലേ ഉപയോഗിച്ച് വരാറുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാവുന്നത് എന്താ? പണ്ടത്തെ രീതിയാണോ ഇപ്പോഴത്തെ രീതിയാണോ നല്ലത്? അതെ, എല്ലാ രീതികളും നല്ലതായിരുന്നു. കാരണം പണ്ട് ഇതൊന്നും അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ അവർക്ക് എന്താണോ അവൈലബിലിറ്റി ഉള്ളത് അതായിരുന്നു അന്ന് കാലത്ത് അവർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ മാവിലി ആണെങ്കിലും എന്ത് യൂസ് ചെയ്താലും അത് സർഫസ് ആയിട്ടുള്ള ക്ലീനിങ്, സർഫസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ലിൻ്റെ പുറത്തുള്ള ഭാഗങ്ങൾ മാത്രമാണ് ക്ലീൻ ആവുള്ളൂ. അപ്പം നമ്മൾ ആ സ്ഥലത്ത് നമ്മളൊരു ബ്രഷ് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ പല്ലിൻ്റെ ഇടകളിൽ ഉള്ള അഴുക്കിരിക്കണ ഗ്യാപ്സ് അതെല്ലാം ക്ലീൻ ചെയ്യണമെങ്കിൽ ഒരു പ്രോപ്പർ ബ്രഷിനെ യൂസ് ചെയ്താൽ മാത്രമാണ് ഉണ്ടാവുള്ളൂ. അന്ന് ആ ഇന്നോവേഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് നമുക്കെല്ലാം നമ്മുടെ ഫുഡ് മാറിയ പോലെ തന്നെ എല്ലാം ഇന്നോവേഷൻസും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് അവൈലബിൾ എന്താ അതിൽ നമ്മൾ യൂസ് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് ടേക്ക് കെയർ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു സജഷൻ. ഇനി അതുപോലെ നമ്മൾ കുഞ്ഞു കുട്ടികളുടെ കാര്യം പറഞ്ഞു വരികയാണെങ്കിൽ അവരുടെ ഭക്ഷണക്കാര്യം ശ്രദ്ധിക്കുന്ന പോലെ തന്നെ അവരുടെ ഈ ഒരു ദന്ത സംരക്ഷണവും നമ്മൾ ചെറുപ്പം മുതലേ ശ്രദ്ധിക്കണം അല്ലേ? അപ്പോൾ ആ ഒരു കുഞ്ഞു കുട്ടികളുടെ മുതൽ പറയുകയാണെങ്കിൽ അവരുടെ ഒരു ദന്ത സംരക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബേസിക്കലി എന്തൊക്കെയാണ്? എല്ലാ കുട്ടികളും ഏറ്റവും ആദ്യം ഡെന്റിസ്റ്റിനെ കാണേണ്ട ടൈം എന്ന് പറഞ്ഞാൽ 6 months ആവുമ്പോൾ, അതായത് അവർക്ക് ആദ്യത്തെ ഒരു പല്ല് വരണ ഒരു ടൈം തൊട്ട്, അതായത് അപ്പോൾ തൊട്ട് നമ്മളൊരു റുട്ടീൻ ശീലം അവർക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ആ കുട്ടിക്ക് ഇപ്പം എല്ലാവരും നമ്മുടെ ഇവിടെയുള്ള എല്ലാവരും പറയും കുഞ്ഞേ കുട്ടിയല്ലേ, അത് കൊഴിഞ്ഞു പോണ പല്ലല്ലേ, അപ്പോൾ നമ്മളത് അത്ര ടേക്ക് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല, അത് ക്യാവിറ്റി വന്നാലും ഓക്കെ, അത് ഇറ്റ്സ് ഓക്കെ, അത് പിന്നെ അത് പുതിയ പല്ല് വരുമ്പോൾ നോക്കിയാൽ മതി. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ചെറിയ കുട്ടികൾക്ക് നമ്മൾ അവരെ ശീലിപ്പിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അവർ എഴുന്നേറ്റ് വരുമ്പോൾ അവർ പല്ല് തേക്കാൻ, ഇത്
നേരത്തെ പറഞ്ഞ പോലെ ഉറങ്ങണേക്കാളും മുന്നേ പല്ല് തേക്കാനും അത് നല്ല രീതിയിൽ അവർക്ക് അതൊരു റുട്ടീനാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഡെൻ്റൽ ക്യാവിറ്റീസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ ഷുഗർ ഇൻടേക്ക് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾക്ക് ഏറ്റവും നല്ലത് നമ്മൾ ഒരു 6 months കൂടുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ക്യാവിറ്റീസ് ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി മുന്നായിട്ട് ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയി ക്യാവിറ്റീസ് ഒന്നും ഉണ്ടെങ്കിൽ അത് ഫില്ലിങ് ചെയ്ത് പ്രോപ്പർ അഡ്വൈസ് എടുത്ത് എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ്സ് വേണ്ടതെന്ന് അവരുടെ അഡ്വൈസ് എടുത്ത് ചെയ്യണത് വളരെ നല്ല കാര്യമായിരിക്കും. പിന്നെ നമ്മൾ മിസ് ചെയ്യണ കാര്യം എന്ന് പറയുന്നത് ആഫ്റ്റർ വാച്ച് ഫോളോ അപ്പ് ആണ് നമ്മൾ മിസ് ചെയ്യാം. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളിപ്പോൾ ഒരു വേദന ഒന്ന് പോയി ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് കണ്ടു, എൻ്റെ കൊച്ചിന് ഭയങ്കര വേദനയായിരുന്നു പല്ല്, അത് എല്ലാം കഴിഞ്ഞു, ഇപ്പോൾ വേദനയൊന്നും ഇല്ല എന്ന് വിചാരിച്ച് നമ്മൾ ആ ഫോളോ അപ്പ് മുടക്കാൻ പാടില്ല. അത് നമ്മൾ തിരിച്ച് ചെന്നാലാണ് അതിൻ്റെ അടിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, പുതിയ പല്ല് വരുന്നത് പ്രോപ്പറാണോ. ഇപ്പം നമ്മൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ പല്ല് കെട്ടാറാവണ സമയത്ത് ഡെൻറ്റിസ്റ്റിനെ കാണുന്നു, അല്ലെങ്കിൽ വേദനയുള്ള സമയത്ത് മാത്രം കാണുന്നു. അതല്ലാതെ നമ്മൾ പ്രോപ്പറായിട്ട് ഒരു റുട്ടീൻ ചെക്കപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം നമുക്ക് മുന്നു ചെയ്യാനും സാധിക്കും. അങ്ങനെ അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞാണ് തുടങ്ങിയത്. അപ്പോൾ ഈ കുഞ്ഞു കുട്ടികളുടെ ദന്ത സംരക്ഷണം 6 മാസം ആകുമ്പോഴേ തുടങ്ങണം എന്ന് പറഞ്ഞല്ലോ. അതുപോലെ അവർ പാല് മാത്രമാണ് ആ ഒരു സമയത്ത് കുടിക്കുന്നത്, അല്ലാതെ മറ്റു ഭക്ഷണമൊന്നും ഇല്ല. അപ്പോൾ അവിടെ അത്രയും ശ്രദ്ധിക്കാൻ മാത്രം ഉണ്ടോ എന്നുള്ളൊരു സംശയം പലർക്കും വരുമല്ലേ. കാരണം പാലിലും ഷുഗർ നല്ല കണ്ടന്റ് ഉണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ലില്ലാത്ത ഇപ്പോൾ ജനിച്ച കുട്ടികൾക്ക് അമ്മമാർക്ക് ചിലപ്പോൾ ഉണ്ടാവും ഞാൻ എങ്ങനെ ശ്രദ്ധിക്കണം എന്നുണ്ടാവും. അപ്പോൾ അവർക്ക് ഉള്ളവ അവരുടെ അടിയിൽ പല്ലില്ലാത്ത ഭാഗങ്ങളിൽ നമ്മൾ എപ്പോഴും ഇത് ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം അവർ ഇപ്പം ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടാൻ എളുപ്പം. അപ്പം നമ്മൾ എടുക്കണ മെറ്റീരിയൽസ് എപ്പോഴും നല്ല ഫ്രഷ് ആൻഡ് ക്ലീൻ ആൻഡ് ഹെൽത്തി സ്റ്റെറൈൽഡ് ആയിരിക്കണം അതൊക്കെ. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഈ സ്റ്റെറൈൽഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇത് ഗോസ് കിട്ടും, നമുക്ക് സ്റ്റെറൈൽ ഗോസ് കിട്ടും. അതുകൊണ്ട് അവർ പാല് കുടിച്ച് കഴിഞ്ഞാൽ അമ്മമാർ ഈ വായയുടെ ഗംസിൻ്റെ ഭാഗങ്ങളിലൊക്കെ തുടച്ച് റീറ്റെയിൻ ഷുഗർ വായയിലില്ല എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ അത് വളരെ നല്ല കാര്യമായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് കുറച്ച് വെള്ളം കൊടുക്കാൻ പാടില്ലാത്ത കുട്ടികൾക്ക് വെള്ളം കൊടുക്കരുത്. അതൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന പല്ലുകൾ ക്യാവിറ്റീസ് ഇല്ലാണ്ട് വരാനായിട്ട് നല്ലോണം അത് ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഈ കുറുക്ക് പോലുള്ള ഐറ്റംസ് കഴിക്കുന്ന കുട്ടികളുടെ പ്രായത്തിയാലും നമുക്ക് ഈ പറഞ്ഞതുപോലെ വായിൽ വെള്ളം ഒഴിച്ച് നമ്മൾക്ക് ക്ലീൻ ചെയ്യാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിൻസിങ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പം അതുപോലെ ഈ കുട്ടികൾക്കാണെങ്കിലും നമ്മൾ റിൻസിങ് ചെയ്യണത് ഏറ്റവും നല്ല കാര്യമായിരിക്കും. കാരണം അവിടെ റെസിഡ്യൂൽസ് അവിടെ ഒന്നും ഇല്ല. പിന്നെ ക്യാവിറ്റീസ് പിന്നെ കുറേയൊക്കെ ഹെറിഡിറ്ററി ആയിട്ട് വരാം. ഞാൻ പറയണ ഈ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്താലും നമുക്ക് ക്യാവിറ്റീസ് വരാം. അത് കുറേ കാര്യങ്ങളുണ്ട്. ക്യാവിറ്റീസ് വരാമെന്നുള്ളൊരു ഒറ്റ കാര്യം ഷുഗർ മാത്രമല്ല, ബാക്കി കുറേ കാര്യങ്ങൾ ആയിട്ട് ബന്ധമുള്ളതുണ്ട്. ഹെറിഡിറ്ററി കുറേ ഫാമിലീസ് ഞാൻ കണ്ടിട്ടുണ്ട്, അവളൊന്നും ഷുഗർ കഴിക്കില്ല, അവളെ അസിഡിക് ഫ്രൂട്ട്സ് ഞാൻ കൊടുക്കാറില്ല, പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് ക്യാവിറ്റീസ് വരുന്നത്? അതിന് പ്രോപ്പറായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യം നമുക്ക് പാരൻസിനോട് ഡിസ്കസ് ചെയ്ത് ഡയറ്റ് കൗൺസിലിംഗ് ചെയ്ത് അങ്ങനെയെല്ലാം നോക്കിയാലാണ് നമുക്ക് റൂട്ട് കോസ് എന്താണ് ക്യാവിറ്റി വരുന്നതിൻ്റെ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ. ചില മരുന്നുകൾ കഴിക്കണതിൻ്റെ ഭാഗം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ക്യാവിറ്റീസ് വരണത്. അപ്പോൾ ഇതെല്ലാം റൂട്ട് കോസ് ഷുഗർ ആണെന്നല്ല, പക്ഷെ നമുക്ക് മോസ്റ്റ് ഓഫ് ദ കേസസ് എന്ന് പറയുന്നത് ക്യാവിറ്റീസ് നമ്മൾ പറയും ഷുഗർ ആണെന്ന്. അതുപോലെ തന്നെ വരാത്ത കേസസ് ആണെങ്കിൽ നമുക്കതൊരു പ്രോപ്പർ അഡ്വൈസ് ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ഇനിയും ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ നമ്മളൊരു കുറച്ച് നേരം കൊണ്ട് നമുക്ക് എന്താണ് എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് കുറേ നേരം നമുക്കൊരു പ്രോപ്പർ അഡ്വൈസും ഒരു പ്രോപ്പർ ഡെൻറ്റിസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങളും കുറേ ഇൻവെസ്റ്റിഗേഷൻസും ട്രീറ്റ്മെൻറ്റ് പ്ലാൻസും അക്കോർഡിംഗ്ലി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നമ്മൾ കുഞ്ഞു കുട്ടികളുടെ കാര്യം പറഞ്ഞു. ഇനി കുറച്ച് വയസ്സായവരുടെ, അവർക്ക് ഈ പറഞ്ഞതുപോലെ ചെറിയ കുട്ടികൾക്ക് പല്ല് വരുന്ന ആ ഒരു സമയമാണെങ്കിൽ വയസ്സായി വരുമ്പോൾ പല്ല് കൊഴിഞ്ഞു പോകുന്നൊരു കാലഘട്ടമാണല്ലോ. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞതുപോലെ ഡെന്റൽ ഹെൽത്തിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ
അത് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോയിന്റിൽ പറഞ്ഞ പോലെ പ്രോപ്പർ ഓറൽ ഹൈജീൻ കെയർ ചെയ്യണം എന്ന് പറഞ്ഞില്ലേ, അത് കൂടാണ്ട് തന്നെ ഈ 6 മാസം കുട്ടികൾ റുട്ടീനായിട്ട് ഉള്ള ചെക്കപ്സിന് ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പം നമ്മൾ പ്രായമാവും തോറും നമ്മുടെ മോണ നന്നായി നമ്മൾ വൃത്തിയായി ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ നമ്മുടെ പല്ല് മോണ വീക്കം അങ്ങനെ കുറേ പേര് ചിലവർ പറയും ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ഉണ്ടാവും എന്നൊക്കെ പറയില്ലേ, അതെല്ലാം നമുക്ക് ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ ഒരു പ്രൊഫഷണൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗം ഡിസീസ് ഉണ്ടോ എന്നെല്ലാം നോക്കി അത് റുട്ടീനായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ നമ്മുടെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ട്യൂത്ത് ഇപ്പം എങ്ങനെ അഴുക്ക് റെസിഡ്യൂൾസ് ഉണ്ടെങ്കിൽ, അതായത് കാൽക്കുലസ് എന്നാണ് അതിന് പറയുക, അതായത് ഹാർഡ് മെറ്റീരിയൽസ് ആയിരിക്കും, അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ അവിടെ അടിഞ്ഞ് അതൊരു ഹാർഡ് പാർട്ടിക്കിൾസ് ആയിട്ട് ഫോം ചെയ്യുമ്പോഴാണ് അത് ഗംസിനെ താഴ്ത്തോട്ട് സ്ട്രെങ്തൻ ഇല്ലാണ്ടാക്കും. അങ്ങനെ ഗംസ് വീക്കായി ഗംസ് ഇൻഫ്ലമേഷൻ വരുമ്പോഴാണ് ഗം ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ജിഞ്ചവൈറ്റിസ് എന്നൊക്കെ പറയുന്ന രോഗങ്ങൾ. അപ്പോൾ ഈ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്തേക്ക് പോയാൽ അവരെ കയ്യിൽ പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവും. അത് യൂസ് ചെയ്ത് നമ്മൾ പല്ല് വൃത്തിയായി സൂക്ഷിക്കുകയാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും രോഗങ്ങൾ. പക്ഷേ ഇതെല്ലാം ചെയ്യണേക്കാൾ ഇതൊക്കെ നമ്മൾ സ്വന്തമായി ചെയ്യണേക്കാളും നല്ലത് ഒരു പ്രൊഫഷണലിനെ സീക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സജഷൻ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവാം. അപ്പം നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ അസുഖങ്ങൾ പല പല പുതിയ അസുഖങ്ങളും വരുന്നുണ്ടല്ലോ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു ദന്ത സംരക്ഷണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിലും നമ്മൾ എത്രയൊക്കെ നോക്കി വന്നാലും എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതിപ്പോൾ തണുത്തതോ അല്ലെങ്കിൽ ചൂടുള്ളതായിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്, പെട്ടെന്നുണ്ടാവുന്നൊരു ബുദ്ധിമുട്ട് മുതൽ തുടങ്ങുകയാണ് അങ്ങനെ എല്ലാ പല പല അസുഖങ്ങൾ. അതെന്തിൻ്റെങ്കിലും തുടക്കമായിരിക്കാം. അതൊക്കെ പലരും വെച്ചിരുന്ന് അവസാനമായിരിക്കും ചിലപ്പോൾ ഒരു കൺസൾട്ടേഷൻ ആയിട്ട് എത്തുന്നുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു മേഖലയിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ പുതിയ രോഗങ്ങൾ വരുന്നത് പോലെ തന്നെ പുതിയ ചികിത്സാ രീതികളും വരുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു മേഖലയിലെ പുതിയ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ പുതിയ ചികിത്സാ രീതികൾ എന്ന് പറയുമ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പല്ല് വേദന വന്നു. അപ്പോൾ പല്ല് വേദന വന്ന് ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഡെൻറ്റിസ്റ്റ് പറയും ഇത് ഡീപ്പായിട്ടുണ്ട്, ക്യാവിറ്റി നല്ലോണം ഉള്ളിൽ പോയിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഇതിന് റൂട്ട് കനാൽ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ കാരണം നമുക്ക് പുറമേ നിന്ന് കാണുന്ന പോലെ ചിലപ്പോൾ ഒരു എക്സ്റേൻ്റെ ഉപയോഗം കൊണ്ടായിരിക്കും നമുക്ക് മനസ്സിലാവുക ഉള്ളിൽ എന്ത് സംഭവിക്കണമെന്ന് അറിയാം. അപ്പോൾ ചിലപ്പോൾ ഒരു ഡെൻറ്റിസ്റ്റ് റെക്കമെൻഡ് ചെയ്യും നമുക്ക് എന്താണ് ആ ട്രീറ്റ്മെൻറ്റ് എന്നുള്ള കാര്യം റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ അവർ പറയും ഞങ്ങൾക്കിത് ചെയ്യണ്ട, അത് എടുത്ത് കളഞ്ഞാൽ മതി. എപ്പോഴും ഞാൻ പറയാം നമ്മൾ പല്ലിനെ സേവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യണം. കാരണം അതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്കത് സേവ് ചെയ്യാൻ പറ്റണതാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ സേവ് ചെയ്യുക, ഇല്ലെങ്കിൽ അവരെ പ്രോപ്പർ അഡ്വൈസ് പ്രകാരം ഉള്ള കാര്യങ്ങൾ ചെയ്യാം. എല്ലാ പ്രശ്നങ്ങൾക്കും ഇപ്പോൾ സൊല്യൂഷൻ ഉണ്ട് ഡെൻറ്റിസ്ട്രിയിൽ. എല്ലാതും ഏറ്റവും നല്ല രീതിയിലാണ് ഇന്നോവേഷൻസും ഈവൻ ദ മെഷീൻസ് ഏറ്റവും നല്ല രീതിയിൽ നമുക്കുള്ള എല്ലാ പ്രോപ്പർ മെഷീൻസും ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ കോസ്മെറ്റിക്സ് ആണെങ്കിലും നമുക്ക് സ്മൈൽ കറക്ഷൻ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ എല്ലാതും അവൈലബിൾ ആണ്. ഈവൻ നമ്മൾ പണ്ട് ബ്രേസസ് ആണ് പല്ല് യൂസ് ചെയ്യുക, കണ്ടിട്ടില്ലേ ഇങ്ങനെ, അത് ഇപ്പോൾ അതിന് പകരം ഇൻവിസലൈൻ അങ്ങനെ അതുപോലെ ഞാൻ പറയുകയാണെങ്കിൽ ഓരോ ദിവസവും അതെല്ലാം സോൾവ്ഡ് ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാം ഈസിയാണ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ. പണ്ടത്തെ പോലെ സിറ്റിങ്ങിന് തന്നെ ചേഞ്ചസ് വന്നു. റൂട്ട് കനാലൊക്കെ കുറേയൊക്കെ ക്ലിനിക്സിൽ ഇപ്പോൾ 1 സിറ്റിംഗ് ഉണ്ട്. അങ്ങനെ എല്ലാ ദിവസവും ഡെൻറ്റിസ്ട്രി ഗ്രോ ചെയ്യാണ്. അതിൻ്റെ ഒപ്പം ഇന്നോവേഷൻസും ഗ്രോ ചെയ്യാണ്. ടെക്നിക്കലായിട്ടുള്ളതാണെങ്കിലും മെഷീൻസ് ആയിട്ടുള്ളതാണെങ്കിലും പണ്ടത്തെ മെറ്റീരിയൽസ് അല്ല ഇപ്പോൾ ഉള്ളത്. അപ്പം ഏറ്റവും നല്ല രീതിയിൽ നമുക്കത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. എല്ലാം ലാസ്റ്റത്തേക്ക് വെക്കാണ്ട് ഏറ്റവും നല്ലത് ആദ്യം വരുന്ന കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ തന്നെ പ്രിവെൻറ്റ് ചെയ്ത് റുട്ടീൻ ചെക്കപ്പിന് പോയി അതിൽ എന്തൊക്കെയാണെന്നുള്ള പ്രകാരം ലാസ്റ്റിലോട്ട് പോവാണ്ട് ഫോളോ അപ്പിന് പോയി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങളെല്ലാം പ്രിവെൻറ്റ് ചെയ്ത് ഇന്നോവേഷൻസ് പ്രകാരം നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കുറച്ച് പ്രായമായിട്ട് ആണല്ലോ സാധാരണ അണപ്പല്ല് വരിക. അത് പലർക്കും പല വേദനയും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ തന്നെ അത് ഈ
അറ്റത്ത് നിൽക്കുന്ന പല്ലുകളായതുകൊണ്ട് തന്നെ പലപ്പോഴും ക്ലീനിങ് ശരിയായിട്ടുള്ള രീതിയിലല്ലാത്തത് കൊണ്ടായിരിക്കാം അതിൽ കേട് വരാറുണ്ട്. അപ്പം എന്നെപ്പോലെ ചിന്തിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അതെടുത്ത് കളഞ്ഞാൽ പണി കഴിഞ്ഞല്ലോ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ഈ അണപ്പല്ലിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അതിനൊരു എക്സ്ട്രാ കെയർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇന്റർഡെന്റൽ എയ്ഡ്സ്. അത് ബാക്കിലെ പല്ലുകൾ ക്ലീൻ ചെയ്യാൻ മാത്രമുള്ള ബ്രഷസ് ഉണ്ട്. ഇല്ല, അതിന് കേടുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ വേണം. അത് എന്തുകൊണ്ടാണ് ഉള്ളിൽ കേടുണ്ടോ, അതിന് നമുക്ക് എക്സ്റേ വേണം. അപ്പോൾ അതും നമുക്കൊരു പ്രൊഫഷണലിൻ്റെ അഡ്വൈസിൽ പ്രകാരം മാത്രം ക്ലീൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞു റുട്ടീൻ ക്ലീനിങ് ഫോളോ അപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ ഡെൻറ്റിസ്റ്റ് ഫോളോ അപ്പ് ചെയ്യുമ്പോൾ അവിടെ ക്ലീൻ ചെയ്യാനായിട്ടുള്ള മെഷീൻസ് ഉണ്ട്, അതുകൊണ്ട് ക്ലീൻ ചെയ്യും. ഇനിയിപ്പോൾ അത് വേദനയാണ്, വേറെ പ്രശ്നങ്ങളാണെങ്കിൽ അത് വേറെ കേസായിരിക്കും. അപ്പോൾ അതൊരു പ്രൊഫഷണലായിരിക്കും തീരുമാനിക്കുക പല്ലെടുത്ത് കളയണോ വേണ്ടേ എന്നെല്ലാം. സർജൻ, മാക്സിലോ ഫേഷ്യൽ സർജൻ ആയിരിക്കും, അല്ലെങ്കിൽ എത്രയും നല്ല പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ഡെൻറ്റിസ്റ്റിനും അത് ചെയ്യാവുന്നതുള്ളൂ. അപ്പോൾ എപ്പോഴും ഞാൻ ഒരു അഡ്വൈസ് പറയുകയാണെങ്കിൽ റുട്ടീനായിട്ടുള്ള ചെക്കപ്പിന് പോകുമ്പോൾ നമ്മൾ അതെല്ലാം ഇതിലറിയാം. നമ്മൾ ലാസ്റ്റ് തൊട്ട് വെക്കാണ്ട് ഫസ്റ്റിൽ നമ്മൾ പ്രിവെൻറ്റീവ് മെഷേഴ്സ് ചെയ്യുകയാണെങ്കിൽ, പ്രോപ്പർ ഇന്റർഡെന്റൽ എയ്ഡ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഭാഗം എല്ലാം നന്നായി ക്ലീൻ ചെയ്യാൻ, വൃത്തിയായി സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ബേസിക്കലി നമ്മൾ റുട്ടീൻ ചെക്കപ്പ് ചെയ്യുക, ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് അപ്പം തന്നെ എടുത്തു പോകണം. എല്ലാം നമ്മൾ പെയിൻ വരുമ്പോഴല്ല ഡെന്റിസ്റ്റുള്ള, അല്ലാണ്ട് നമ്മുടെ ഓറൽ ഹൈജീൻ നമുക്ക് എങ്ങനെ കെയർ ചെയ്യാം, നമുക്ക് അങ്ങനെ നമ്മൾ ആദ്യം തന്നെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ കുറേ രോഗങ്ങൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതാണ് എൻ്റെ ഒരു ഞാൻ മെയിനായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. നമ്മളെല്ലാം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റണ കുറേയൊക്കെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റാത്തതുണ്ടാവും. പക്ഷെ ചെയ്യാൻ പറ്റണ കാര്യങ്ങൾ, ഇപ്പം നമ്മൾ കുട്ടികളെ അവർ വലുതാവുമ്പോൾ അവർക്ക് ഒരു ഐഡിയോളജി കൊടുക്കുകയാണ്, നമ്മൾ റുട്ടീൻ ചെക്കപ്പിന് പോകണം, അത് ക്ലീൻ ചെയ്യണം, അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ബ്രഷ് ചെയ്യണം, ഓക്കെ, അതെൻ്റെ ഡെയിലി റുട്ടീൻ ആയാൽ അത് വളരെ നല്ല കാര്യമായിരിക്കും. അപ്പോൾ അതാണ് ഡോക്ടർക്ക് പറയാനുള്ളത്. നമ്മൾ ഡെയിലി റുട്ടീനായിട്ട് നമ്മുടെ ഒരു ഡെൻ്റൽ ഹെൽത്ത് കെയർ കൊണ്ടുപോകണം. ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വേണ്ട സമയത്ത് എടുക്കണം. പിന്നേക്ക് വെച്ചിട്ട് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവാതെ ആദ്യം തന്നെ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ക്യൂർ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഡോക്ടർക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഡെൻ്റൽ ഹെൽത്ത് കെയറിനെ പറ്റിയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു ഡോക്ടർ ഇന്നിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഡോക്ടർ ജയ മെവിൻ. താങ്ക് യു സോ മച്ച്. ഇത്രയും സമയം നമുക്ക് ഈ ഒരു ഡെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്, എന്നാൽ പലപ്പോഴും പലരും പിന്നേക്ക് വെക്കുന്ന ഒരു കാര്യം കൂടെയാണ്. അപ്പോൾ അതിൽ നമ്മൾ ഇന്ന് തന്നെ ശ്രദ്ധ തുടങ്ങണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഒരിക്കൽ കൂടെ. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും അടുത്തൊരു എപ്പിസോഡിൽ കേട്ടുമുട്ടാം. ഞാൻ അശ്വതി, ഇത് ഹലോ റേഡിയോ 90.8. ഇത് നമ്മുടെ ശബ്ദം, നമ്മുടെ റേഡിയോ.